ശബരിമല സ്വർണ്ണക്കവർച്ച മണ്ഡലകാല തീർത്ഥാടനത്തെ ബാധിക്കില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ഇതിൽ ബോർഡിന് ആശങ്കയില്ല. സുനിൽകുമാറിനെതിരായ നടപടി ബോർഡ് ചർച്ച ചെയ്യും. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. റിട്ടയറായ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് FIRൽ പേര് വന്നിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അതൊരു വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. കാരണം കുറ്റവാളികളാണ് എന്ന് കോടതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെ മറ്റ് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കുവാനോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുതൽ കൂട്ടുവാനൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ആലോചിക്കും. അതാണ് പ്രധാനമായും പറയാനുള്ളത്. സുനിൽകുമാറിൻ്റെ കാര്യം ഇന്നിപ്പോൾ ബോർഡ് ചർച്ച ചെയ്യും. സുനിൽകുമാറിൻ്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ച് ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. അങ്ങനെ പത്രത്തിൽ വന്ന വാർത്തയാണ് എനിക്കുള്ളത്. അതൊക്കെ അന്വേഷിക്കട്ടെ. അതൊക്കെ അന്വേഷിക്കാനല്ലേ, അതൊക്കെ വിശദമായി അന്വേഷിക്കാനാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സമിതി വച്ചത്. തീർച്ചയായിട്ടും ഇതെല്ലാം സത്യം പുറത്തു വരും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുണ്ടാവും, എന്തായാലും ഉണ്ടാവും. ശാലിനി ശരിയാണ് വിവരങ്ങളുമായി. ശാലിനി, യോഗത്തിന് മുന്നോടിയായാണ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത്? KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 10 മണിക്കാണ് ദേവസ്വം ബോർഡിന്റെ നിർണായകമായിട്ടുള്ള യോഗം ഇന്ന് ചേരാൻ പോകുന്നത്. ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് മറ്റ് അംഗങ്ങളടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ദേവസ്വം പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽകുമാറിനെതിരായിട്ടുള്ള അന്വേഷണം, ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി, ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ പ്രധാനമായും ജോലിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ട്. അതായത് 2 FIRൽ കൂടി ഏകദേശം 8ഓളം മുൻ ജീവനക്കാർ അടക്കമുള്ളവർ ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടും പ്രതികളാണ്. ഈ 8 പേർക്കെതിരെ ഏതൊക്കെ തരത്തിൽ നടപടികൾ സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ ജോലിയിൽ നിന്നും വിരമിച്ചതുകൊണ്ട് തന്നെ അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചു വെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബോർഡിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും അതിലൊരു തീരുമാനം വ്യക്തത എടുക്കുക എന്നുള്ളതാണ് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ കോടതിയിൽ നിന്ന് ഏതെങ്കിലും നടപടികൾ നേരിട്ടാൽ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് അടക്കമുള്ള നടപടികളോ അങ്ങനെ എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ മാത്രം പെൻഷൻ അടക്കം പിടിച്ചു വെക്കുന്ന നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ശബരിമലയിലെ ഈ നിലവിലുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, ഒപ്പം തന്നെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന ശബരിമല മണ്ഡലകാലത്തെ ബാധിക്കില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആർക്കും എതിരെ, അതായത് തെറ്റ് ചെയ്ത എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാകും. 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. 2017 ദേവസ്വം ബോർഡ് യോഗത്തിന് മുന്നോടിയായിട്ടാണ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുന്നത്. 10 മണിക്കാണ് യോഗ നടപടികൾ ആരംഭിക്കുക.